അയ്യോ സൂര്യ, ഞാൻ മദ്യപിക്കുമെങ്കിൽ അത് പറയുന്നുണ്ട് എനിക്കെന്താ? ഞാൻ സ്റ്റേറ്റ്സിൽ ജനിച്ചു വളർന്നവനാ. അവിടെ താമസിക്കുന്നവരാരും ഞാൻ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് കാണില്ല. പിന്നെ ഇതിന് ഞാനത് മറച്ചു വയ്ക്കണം? എനിക്കെന്തോ കുഞ്ഞു പ്രായം മുതൽ ഇതിന്റെ മണം ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതിന്റെ ലഹരിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതാരെ വിശ്വസിപ്പിക്കാനാ ഈ പാടുപെടുന്നത്? സാറിന് മദ്യപിക്കാൻ തോന്നിയെങ്കിൽ അത് പറഞ്ഞാ മതി. അതിന് രഞ്ജിത്ത് സാറിനെ കുറ്റം പറയണ്ട. നന്ദിനി, താൻ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്കിനി മനസ്സിലാക്കാൻ ഒന്നുമില്ല സാർ. സാറിൽ നിന്നും വീണ്ടും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അക്കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. എടോ, ഞാൻ പറയുന്നത് തനിക്കിപ്പോ മനസ്സിലാവില്ല. പക്ഷെ നന്ദിനി, ഇത് എന്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഇതിവൻ എനിക്ക് തന്നൊരു തെളിവാ. ഓക്കെ രഞ്ജിത്ത്, നമുക്ക് വീണ്ടും കാണാം. കാണും നമ്മൾ തമ്മില്. എന്തായി? എന്നോട് ക്ഷമിക്കണം നന്ദിനി. രഞ്ജിത്ത് സാറിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യ. കയ്യിലിരുന്നൊരു മദ്യക്കുപ്പി സൂര്യസാറിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പക്ഷെ അപകടകരമായ ഒരു ശീലത്തിൽ നിന്നും സൂര്യസാറിനെ മാറ്റിയെടുക്കാൻ ഞാനും സൂര്യസാറിന്റെ അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ ശീലം സൂര്യസാറിനില്ല. സൂര്യസാറിനോട് സംസാരിക്കുമ്പോൾ മദ്യത്തിനെ കുറിച്ച് പറയരുത്. സൂര്യസാറ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്റെ ഒരു അപേക്ഷയാ. ഓക്കെ നന്ദിനി. സത്യത്തിൽ ഞാനിതൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണം സർ. സൂര്യസാറ് മദ്യം തൊട്ടാൽ അതിന്റെ പേരിൽ വേദനിക്കുന്ന 1-2 പേര് ഈ വീടിനകത്തുണ്ട്. ഒരുപാട് കാലത്തെ പ്രാർത്ഥനയാ സർ. വഴക്കിട്ടും ചീത്ത കേട്ടും ബഹളം വെച്ചും നിസാര കാര്യങ്ങളൊന്നും അല്ല അതിനു വേണ്ടി ചെയ്തത്. അത് തകർക്കല്ലേ സർ? അയ്യോ നന്ദിനി, നന്ദിനി ശരിയാക്കി തരാം.